ഇന്നൊരു ബിരിയാണിയാണ് തയ്യാറാക്കുന്നത്. കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. കുക്കർ ചൂടായതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. നെയ്യ് നന്നായി ചൂടായി കഴിഞ്ഞാൽ കാഷ്യൂ നട്ട് ആഡ് ചെയ്യുന്നു. കാഷ്യൂ നട്ട് നല്ല ബ്രൗൺ കളർ ആകുന്നവരെ, ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ വറുത്ത് എടുക്കുകയാണ്. അതേ നെയ്യിലേക്ക് പൊടിക്കാത്ത മസാലകൾ ചേർത്ത് അതും ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അതേ നെയ്യിലേക്ക് തന്നെയാണ് മസാല ഇട്ട് കൊടുക്കുന്നത്. അതിന് ശേഷം ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള സബോള ഇട്ട് കൊടുക്കുകയാണ്. അതും നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന വരെ വറുക്കുകയാണ്. അതും നെയ്യിൽ നിന്ന് കോരിയെടുക്കണം. അതേ നെയ്യിലേക്കാണ് നമ്മൾ കഴുകി തയ്യാറാക്കി വെച്ചിട്ടുള്ള ജീരകശാല റൈസ്, അതാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അരി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ആ അരി വറുത്ത് കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള മസാല ഇട്ട് കൊടുക്കുന്നു. അതിനുശേഷം നമ്മളിതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടി രമ്പ എന്ന് പറയുന്ന ലീഫാണ് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നത്. അത് നല്ലൊരു ഫ്ലേവർ നമ്മുടെ ബിരിയാണിക്ക് തരും. പിന്നെ നമ്മൾ ഇന്നുണ്ടാക്കുന്ന ബിരിയാണി പ്രോൺസ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പ്രോൺസ് നമ്മൾ ഫ്രൈ ചെയ്ത് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുക്കർ വിസിലടിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ബിരിയാണിയുടെ റൈസ് വെന്തിട്ടുണ്ടാവും. പിന്നെ നമ്മളിതിലേക്ക് കളറിനും ഒരു ഫ്ലേവറിനും വേണ്ടി കുറച്ച് കുങ്കുമപ്പൂവാണ് ചേർത്ത് കൊടുക്കുന്നത്. കുങ്കുമപ്പൂവിൻ്റെ കളറ് ഒന്ന് ഇളകി വരാനായിട്ട് നമ്മൾ 2 ഐസ് ക്യൂബ് ഇട്ട് വയ്ക്കുന്നുണ്ട്. കുറച്ച് നേരം വെച്ചിരുന്നാൽ അതിൻ്റെ കളറും പിന്നെ ആ ഫ്ലേവറും നമുക്ക് കിട്ടും. വെന്ത ചോറ് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ലെയറായിട്ടാണ് നമ്മളിത് സെറ്റ് ചെയ്ത് വെക്കുന്നത്. ആദ്യം കുറച്ച് ചോറിടുന്നു, പിന്നെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ്, സബോള, പിന്നെ പ്രോൺസ്, കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊരു ലെയർ ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും ചോറിടുന്നു, പിന്നെ വീണ്ടും വറുത്ത് വെച്ച സാധനങ്ങൾ ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ നല്ല രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. ഏറ്റവും മുകളിലായിട്ടാണ് നമ്മൾ കുങ്കുമപ്പൂവിൻ്റെ കളറ് ചേർക്കുന്നത്. നല്ല സ്വാദിഷ്ടമായ ബിരിയാണി നമുക്ക് കുക്കറിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്നതാണ്. നല്ല ഫ്രഷ് ചെമ്മീൻ നമുക്ക് കിട്ടിയത് കൊണ്ടാണ് പ്രോൺസ് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അല്ലെങ്കിൽ ചിക്കനോ മട്ടണോ എന്ത് വേണമെങ്കിലും നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം. അതുപോലെ കുക്കർ ബിരിയാണി ആയിട്ട് ഉണ്ടാക്കാൻ എളുപ്പമാണ്, നല്ല സ്വാദും ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ അത് സെറ്റ് ചെയ്യുകയാണ്. വീണ്ടും ഒരു ലെയറും കൂടെ ചോറ് ഇട്ട് കൊടുക്കുകയാണ്. ചോറ് കുറച്ച് വെന്ത് പോയ പോലെ തോന്നും, പക്ഷേ കുറച്ചൊന്ന് തണുത്ത് കഴിഞ്ഞാൽ അത് വളരെ രസമായിട്ട് തന്നെ നമുക്ക് വിട്ട് കിട്ടുന്നുണ്ട്. എല്ലാ റൈസും നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് വയ്ക്കുകയാണ്. ഇതിൻ്റെ മുകളിലേക്കായിട്ടാണ് നമ്മൾ കുങ്കുമപ്പൂവിൻ്റെ കളറ് ചേർക്കുന്നത്. നല്ല ഭംഗിയിൽ കളർ കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി അവസാനം അതിൻ്റെ മുകളിൽ ഒന്നും കൂടെ നമുക്ക് ബാക്കി വന്നിട്ടുള്ള കാഷ്യൂ നട്ടും സബോള ഫ്രൈ ചെയ്ത് വെച്ചതും പ്രോൺസും ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബിരിയാണി തയ്യാറായിട്ടുണ്ട്. നമുക്കൊരു വെജിറ്റബിൾ സാലഡ് കൂടി അതിൻ്റെ കൂടെ സെറ്റ് ചെയ്യാം.